ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. ഇത് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലേക്ക് എയർമാൻ ഗ്രൂപ്പ് വൈ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് അറിയാനുള്ളത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് 12th പാസ്സായിട്ടുള്ള ആൾക്കാർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ ഹോൾഡ് ഡിപ്ലോമ ഓർ BSc ഇൻ ഫാർമസി. അതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഉള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. പിന്നെ ഇത് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 1 വരെ അപേക്ഷിക്കാം. ഇനി നമുക്ക് ഫർദർ ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഒന്നുകൂടി പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ്. അത് പറഞ്ഞാണ് ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 010227 എന്നാണ്. ഓൺലൈനിലാണ്. ഫെബ്രുവരി 1 വരെ ഉണ്ട്. 12th PCB ഡിപ്ലോമ ഓർ BSc ഫാർമസി 50% മാർക്ക് ഉണ്ടായിരിക്കണം. പ്രത്യേകം നോട്ട് ചെയ്യുക, 50% മാർക്ക്. ഫേസ് 1 എക്സാം വരെ ഏകദേശം മാർച്ച് 2026 ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇനി ഇതിൽ വന്ന് ഇത് ഇനി മുന്നോട്ട് പോകുമ്പോൾ സമയത്ത് ഇത് ഇപ്പം ഇങ്ങനത്തെ വീഡിയോ അല്ലാതെ തന്നെ പല പല ഉടൻ ഇപ്പം ഇൻ്റർവ്യൂ എല്ലാം ചില ഉടൻ ഇൻ്റർവ്യൂ ഇത് ഇവിടെ എഴുതിക്കുന്നുണ്ട്. ചില ഉടൻ ഇൻ്റർവ്യൂ ഉടൻ ജോലി ചില കേസുകളുണ്ട്. പെട്ടെന്ന് അത് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ ഒഴിവുണ്ടാവില്ല. അപ്പോൾ അത് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലിടുക. അപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ഈ ജോലി സംബന്ധമായ എല്ലാ വിവരങ്ങളും അതിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഇല്ല അംഗമാവുക. പ്ലസ് ആ ലിങ്ക് മറ്റുള്ള ഗ്രൂപ്പിലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സൗഹൃദ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതൊരു ഹെൽപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും വേക്കൻസി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റ് എയർമാൻ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് ട്രേഡ്. ടോട്ടൽ വേക്കൻസീസ് അവർ പറഞ്ഞിട്ടില്ല. നോട്ട് ഓക്കെ. ഡീറ്റെയിൽഡ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുമ്പോൾ 10+2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ച് പാസ്സായതായിരിക്കണം. മിനിമം 50% മാർക്ക് മേടിച്ചിരിക്കണം. മിനിമം 50%, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ മൂന്നും കൂടി ചേർത്ത് ആവറേജ് 50% ആയാൽ മതി. പക്ഷേ ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് ആയിട്ട് 50% വേണം. അതാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിപ്ലോമ or BSc ഫാർമസി കാൻഡിഡേറ്റ്സ് എടുക്കുന്ന സമയത്ത് അത് 10+2 വിത്ത് PCB ആൻഡ് ഇംഗ്ലീഷ് പാസ്സായിരിക്കണം. 50% അഗ്രഗേറ്റ് ആൻഡ് ഇംഗ്ലീഷ് ആസ് യൂഷ്വൽ. ഓക്കെ, ഇത് രണ്ട് പോസ്റ്റാണ്. ഏജ് ലിമിറ്റ് രണ്ടും മാക്സിമം ഏജ് 21 ഇയേഴ്സേ ആയിരിക്കാൻ പാടുള്ളൂ. ഓക്കെ, 21 ഇയേഴ്സ്. ഇതിൻ്റെ കട്ട് ഓഫ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞതായിരിക്കരുത്. മസ്റ്റ് ബി അൺമാരീഡ് ബോൺ ബിറ്റ്വീൻ 2003-8 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മാരീഡ് ബോൺ ബിറ്റ്വീൻ 2003 ആൻഡ് 2006. ഏജ് മാക്സിമം, അതായത് ഇത് 10+2 കാൻഡിഡേറ്റ്സിനും ഇത് ഫാർമസി കാൻഡിഡേറ്റ്സിനുമാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാക്സിമം ഏജ് 24 ഇയേഴ്സ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ. അതെല്ലാം ആസ് യൂഷ്വൽ നിങ്ങൾ വായിച്ച് നോക്കുക. ഞാൻ സ്ക്രീനിൽ ഇതിന് ഒരു സെക്കൻഡ് നിർത്തിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ സാലറി എന്ന് പറയുന്നത് സ്റ്റൈഫൻഡാണ് കിട്ടുക ആദ്യത്തെ 1 ഇയർ ഡ്യൂറിങ് ട്രെയിനിങ്. 14,600 ആഫ്റ്റർ ട്രെയിനിങ് ആസ് യൂഷ്വൽ ഗവൺമെൻറ് സാലറി. പിന്നെ ഡിയർ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, അതെല്ലാം CPMA, അക്കോമഡേഷൻ, ഗ്രൂപ്പ് ഇൻഷുറൻസ് 60.5 ലാക്സിൻ്റെ ലീവ് കൺസെഷൻ, ഫ്രീ റേഷൻ ആൻഡ് ക്ലോത്തിങ്. സെലക്ഷൻ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നുണ്ട് ഇവിടെ. ഓൺലൈൻ ടെസ്റ്റാണ് ഒന്ന്. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ 45 മിനിറ്റ്സ് ആണ്. ഇംഗ്ലീഷ് 10+2 CBSE ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് +2 CBSE ലെവൽ ക്വസ്റ്റ്യൻ. റീസണിങ്, ജനറൽ അവയറൻസ്, രാഗ. ഓക്കെ, പിന്നെ മാർക്കിംഗ് സീങ് +1. ഒരു കറക്റ്റിന് 1 മാർക്ക്, ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ 0.25 മാർക്ക് പോകും അതിന്. അതായത് ഒന്ന് കറക്റ്റായി ഒന്ന് തെറ്റിച്ചാൽ 0.75 മാർക്കേ കിട്ടുള്ളൂ. അതായത് മാർക്കിന് 0.25% പോകുന്നർത്ഥം. phase 2 അറ്റ് എയർമാൻ സെലക്ഷൻ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, PFT. അതായത് പിന്നെ 1.6 കിലോമീറ്റർ റണ്ണ്, പുഷപ്പ്, സിറ്റപ്പ്, സ്ക്വാറ്റ്സ്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ്. അതൊക്കെ ആസ് യൂഷ്വൽ എയർഫോഴ്സിൻ്റെ, മിലിറ്ററിയുടെ, ഡിഫൻസിൻ്റെ സ്റ്റാൻഡേർഡാണ്. കണ്ടക്റ്റഡ് ബൈ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ IAF മെഡിക്കൽ ടീം. ഫൈനൽ മെറിറ്റിൽ ബേസ്ഡ് ഓൺ ഓവറാൾ പെർഫോമൻസ് ആൻഡ് ഫിറ്റ്നസ്. അപ്ലിക്കേഷൻ ഫീ പ്രത്യേകം ശ്രദ്ധിക്കുക. 550 + 18% GST അടക്കം 649. നോൺ റിഫണ്ടബിൾ ആണ്. നോ കാറ്റഗറി എക്സംഷൻ. ഒരു കാറ്റഗറിക്ക് ഒരു എക്സംഷനും ഇല്ല. പേയ്മെൻറ്റ് മോഡ് നെറ്റ് ബാങ്കിങ്. അത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് പ്രകാരം അപ്ലൈ ചെയ്യുക. വീണ്ടും ഒന്നുകൂടി പറയാനുള്ളത്, ഈ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അതേപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇതിപ്പോൾ വീഡിയോ ഒക്കെ ആയത് അല്ലാതെ തന്നെ 1ഉം 2ഉം എറണാകുളം, കോഴിക്കോട്, പാലക്കാട്, ട്രിവാൻഡ്രം, കൊല്ലം അവിടെയൊക്കെ 1ഉം 2ഉം 5ഉം വേക്കൻസി വരുന്നത് അതിലാണ് പെട്ടെന്നില്ല. കാരണം അത് വീഡിയോ ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ ഇൻഫർമേഷനും കിട്ടും. ജസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പ് നോക്കിയാൽ തന്നെ എന്താണ് അപ്ഡേറ്റ് ആയതെന്ന് അറിയാൻ പറ്റും. കാരണം യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ തന്നെ ടൈം എടുക്കും. അപ്പോൾ അത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പ് ചേർന്ന് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾക്ക്
മിസ്സാവില്ല. ഓക്കെ, ഇത് ഓൺലി ജോബ് റിലേറ്റഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ജോബ് എക്സ് ഇന്ത്യ എന്നുള്ളതോ അവരോ ആരെങ്കിലും കാശോ ഒന്നും മേടിക്കില്ല. ഇത് ജസ്റ്റ് ഫ്രീ സർവീസ് തന്നെയാണ്. ഓക്കെ, ആരെങ്കിലും കാശ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല, അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഹൗ ടു അപ്ലൈ ഓൺലൈൻ ഫോർ IF മെഡിക്കൽ അസിസ്റ്റൻറ്റ്, അതായത് ഇത് ഫാർമസി മറ്റേ എയർമാൻ ഇതിൽ വിസിറ്റ് ചെയ്യുക ഈ വെബ്സൈറ്റിൽ. എന്നിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുക. ക്ലിക്ക് ഓൺ എയർമാൻ ഗ്രൂപ്പ് വൈ എന്ന് വിളിക്കുക, രണ്ടും കിട്ടും. രജിസ്റ്റർ യൂസിങ് വാലിഡ് ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ. ഫിൽ ആപ്ലിക്കേഷൻ ഫോം. എൻ്റർ പേഴ്സണൽ ആൻഡ് എഡ്യൂക്കേഷണൽ കോൺടാക്ട് ഡീറ്റെയിൽസ്. അപ്ലോഡ് റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, 10th and 12th സർട്ടിഫിക്കറ്റ് ഫാർമസി സർട്ടിഫിക്കറ്റ് ഫാർമസി ക്വാളിഫിക്കേഷൻ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് if applicable. Pay application fee, pay 649 online. Review and submit. Double check all details. Note down application sequence number. Print application, download and keep printout for future reference. Important dates remember. ശ്രദ്ധിക്കുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് ഇതാണ് 12th January. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ 1st February അപ്ലൈ ചെയ്യാൻ പറ്റൂ. March 30, 31, 2026 ആദ്യത്തെ പരീക്ഷ വരിക. പിന്നെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരിക ഒരു 48-72 മണിക്കൂർ മുന്നേ ആയിരിക്കും. ഓൺലൈനിലും നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലും നോക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇത് ഒന്നും കൂടി ഞാൻ ഇത് ഓർമ്മിപ്പിക്കുകയാണ്, ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ. ഓക്കെ, താങ്ക് യു.